നമുക്കിന്നൊരു ഓണം സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാനൊരു ചുരിദാറിലാണ് എപ്പോഴും സാരിയൊക്കെ ഉടുത്തിട്ടുള്ളത്. ഇന്ന് ചുരിദാർ ആവാന്ന് വിചാരിച്ചു. ഈ ചുരിദാർ കേട്ടജി ശ്രീദേവിയുടെയാണ്. താങ്ക് യു ശ്രീദേവി. സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ കയ്യിൽ ആദ്യം ഒരു സിറമാണ്. ഞാൻ നോർമൽ എന്നും യൂസ് ചെയ്യുന്നതാണ്. അത് ഡോക്ടർ തന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, പിന്നെ സൺസ്ക്രീൻ. ഇത് മൂന്നും ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് എന്റെ സ്കിന്നിൽ ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് ട്രീറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്കൊന്ന് സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇത്രയും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് എൻ്റെ സ്കിന്നിൽ ഈ പിമ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെ. ആദ്യം തന്നെ നമ്മളൊരു മാർസിന്റെ ലിപ് ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു അടിപൊളി ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആയിട്ടുള്ള ലിപ് ഷെയ്ഡാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാൻ നൈക്കയിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐഷാഡോ ആണ്. ഈ ഒരു ഐഷാഡോ പാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഐഷാഡോ എപ്പോഴും യൂസ് ചെയ്തില്ല. വല്ലപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഐഷാഡോ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു 4 കളേഴ്സ് ഉണ്ട്, എല്ലാം ഡാർക്കും ലൈറ്റും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഈ ഗ്ലിറ്ററി ടൈപ്പും ഉണ്ട്. അപ്പം ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് റെഡ് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ഗ്ലിറ്ററും കൂടെ കൊടുത്ത് കണ്ണൊന്ന് തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഐഷാഡോ വെച്ചിട്ടായിരിക്കും കേട്ടോ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ സ്കിന്നിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ്. ലൈക്ക് ലേഡീസിന് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ കണ്ണുകടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് മസ്കാര ഇടാം അല്ലേ. മസ്കാര ഞാൻ മാർസിന്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെങ്ത്തും വോളിയം തരുന്ന ഒരു അടിപൊളി മാർസിന്റെ മസ്കാരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ മസ്കാര തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു ഐ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നോർമൽ ഇൻസൈഡ്സിന്റെ ഒരു ഐലൈനർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. ഇന്ന് ഒന്ന് വെറൈറ്റി ആക്കി നോക്കാമെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ എന്റെ പരീക്ഷണമാണ്. ഞാൻ ആ ഒരു പിന്നെ ലൈനർ മുകളിൽ ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ കണ്ണിനടിയിലായിട്ട് ഞാനൊരു വൈറ്റ് ലൈനർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഏതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ വാച്ച് കെട്ടി. ദെൻ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള. അപ്പോൾ റെഡും ഗ്രീനും കൂടെ ഒരു കുപ്പിവളയൊക്കെ ഇട്ടു. പിന്നെ നമുക്കിനി മാല ഇടാം. ഞാൻ പൊതുവേ മാല അങ്ങനെ യൂസ് ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാലയൊക്കെ ഇട്ടു. അവസാനത്തെ കാര്യമാണ് എനിക്ക് മുടി കെട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്ക് ഒട്ടും അറിയത്തില്ലാത്തതാണ്. പക്ഷേ പെർഫ്യൂം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പെർഫ്യൂം അടിക്കുക എന്നുള്ളത്. എനിക്ക് സ്മെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി നമുക്ക് മുടിയുടെ അക്രമത്തിലേക്ക് കിടക്കാം. മുടി കെട്ടാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല. എന്ത് ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ അത് ലൂസ് ഹെയർ ആയിട്ടിടും, അല്ലെങ്കിൽ പിന്നിടുക. ഇത് രണ്ടുമല്ലാതെ വേറൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും ഇന്ന് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ ആയിട്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ഞാൻ ആ മുടിയൊക്കെ കെട്ടി. പിന്നെ മുല്ലപ്പൂവൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ മുല്ലപ്പൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയമായിട്ടുണ്ടോ? ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ മുല്ലപ്പൂവാണ്. അപ്പൊ എന്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഓണം സ്പെഷ്യൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റും കൂടെ ഇട്ടേക്കണം.